ഇപ്പോൾ ക്രൈസ്തവ സഭയാണ് അത് സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ അത് സംബന്ധിച്ചുള്ള അടുത്ത നിലപാട് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്നതിന് 3 ഉള്ളടക്കമാണ്. ഒന്ന്, അത് മുസ്ലിം വിരുദ്ധമാണ്. 2, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്. 3, അത് കേരള വിരുദ്ധമാണ്. ഈ 3 ഉള്ളടക്കങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മൂല്യവുമില്ലാത്ത RSS അതിൻ്റെ അജണ്ട പ്രഖ്യാപിച്ച് സാധാരണ ഒരു വാറോഹല പോലെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു സാമൂഹ്യമോ സാംസ്കാരികമോ ഇനി കലാപരമോ ആയ ഒരു മൂല്യവും ഉള്ള സിനിമയല്ല ദ കേരള സ്റ്റോറി. അത് ഔദ്യോഗികമായിട്ട് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചപ്പോഴാണ് ഞങ്ങളതിനെ ശക്തിയായിട്ട് എതിർത്തത്. ഗവൺമെന്റ് മിഷണറിയാണല്ലോ ദൂരദർശൻ. ആ ദൂരദർശൻ വഴി കേരളത്തിനെതിരായിട്ടും ഇടതുപക്ഷത്തിനെതിരായിട്ടും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കെതിരായിട്ടും പ്രത്യേകിച്ചിട്ട് മുസ്ലിം ജനവിഭാഗത്തിന് എതിരായ സ്പർദ്ധ രൂപപ്പെടുത്താൻ സാധിക്കുന്ന നിലവെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള സംഘപരിവാർ അജണ്ട ഔദ്യോഗികമായി അവർ ദൂരദർശന്റെ ഭാഗമായിട്ട് വരുന്നു എന്ന് വന്നപ്പോഴാണ് ഞങ്ങൾ അതിനെ അതിശക്തിയായിട്ട് എതിർത്തത്. അതിന് എതിരായിട്ടുള്ള കത്ത് ഞങ്ങൾ നൽകിയത്. അത് കേരളത്തിൽ പ്രസിദ്ധീകരിച്ചതാണ്, മുമ്പ് റിലീസ് ചെയ്തതാണ്. ആരും കാര്യമായിട്ട് കാണാൻ പോയിട്ടില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഇതുപോലുള്ള പ്രചരണായുധമായിട്ട് ഉപയോഗിക്കുന്ന സിനിമകളൊന്നും ഒരു തരത്തിലും പരിഗണിക്കാറില്ല, ആരും കണ്ടിട്ടുമില്ല. ഇപ്പോൾ രൂപത ഉൾപ്പെടെയുള്ളവർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നുള്ളത് അവർ ഗൗരവപൂർവ്വം കാണേണ്ടതാണ്. ഇത്തരം ഉള്ളടക്കമുള്ള ഒരു സിനിമ സ്വാഭാവികമായിട്ടും ഔദ്യോഗികമായ തലത്തിൽ അവതരിപ്പിക്കുന്ന രീതിയാണ് ഞങ്ങൾ എതിർത്തിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ അവരവർ തന്നെ ആലോചിക്കേണ്ടതാണ്. അത് വിലക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് ബംഗാൾ ഗവൺമെന്റ് പോയി. ഞങ്ങളോടൊന്ന് പറഞ്ഞാണ് അത് നിരോധിക്കണം എന്നുള്ള കാഴ്ചപ്പാട്. നിരോധിക്കണം എന്നുള്ളതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിവിപുലമായ ആശയപ്രചരണത്തിന് മുന്നോട്ടേക്ക് പോകുകയല്ലാതെ ഏതെങ്കിലും ഒരു ആശയത്തെ നിരോധിച്ച് അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ള ധാരണ CPM-നില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് ഇതിനെ നിരോധിക്കണം എന്ന നിലപാടിനോട് യോജിക്കാതിരുന്നത്. ഇപ്പോഴും ഞങ്ങൾ നിരോധിക്കണമെന്നുള്ള നിലപാടിനോടല്ല യോജിക്കും. പക്ഷേ അതിൻ്റെ കൃത്യതയോടുകൂടി അത് തുറന്നു കാണിക്കാൻ നമുക്ക് സാധിക്കും. ആ സാധിക്കുന്ന ശരിയായ വിശദീകരണം രാജ്യത്ത് നടക്കും. മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളതിലെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടത് വേണോ വേണ്ടോ എന്നൊക്കെ അവരെന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾ ഒരു കലാമൂല്യവും ഇല്ലാത്ത, സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ ഒന്നും സംഭാവന ചെയ്യാത്ത, വിപരീത ദശയിൽ മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കേരള വിരുദ്ധവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും മുസ്ലിം വിരുദ്ധവുമായ ഒന്നാണ് ദ കേരള സ്റ്റോറി. ആ സ്റ്റോറിയെ നിരോധിക്കുക എന്നുള്ള നിലപാടിലേക്ക് CPM എത്തിയിട്ടില്ല. ഞങ്ങൾ കലാപരമായ അത് മൂല്യമില്ലാതെ മൂല്യമുള്ളതും ഉൾപ്പെടെയുള്ള ഒരുപാട് എണ്ണം വരുന്നുണ്ട് ഞങ്ങൾക്കെതിരായിട്ടൊക്കെ. അതൊക്കെ നിരോധിച്ചിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള അഭിപ്രായമല്ല ഞങ്ങൾക്കുള്ളത്. ആശയത്തെ ആശയപരമായിട്ട് തന്നെയാണ്, വ്യക്തതയോടുകൂടിയാണ് നേരിടേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ അകത്ത് വിരോധമുണ്ടോ സന്തോഷമാണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പറഞ്ഞത്. ഏതാ പത്രം? ഏഷ്യാനെറ്റാ. എന്നാൽ പിന്നെ ആ ചോദിച്ചില്ലെങ്കിലേ പോകും.